ഇത് കാണിക്കേണ്ട വന്ന് ഇത് കാണിക്കാതിരിക്കുമായിരുന്നു ഇത്ര നാൾ. പറച്ചിൽ മാത്രമേ ഉള്ളായിരുന്നു, ഇതെനിക്ക് കാണിക്കേണ്ട വന്നു. സുധിയുടെ വൈഫാണ് ഞാൻ, കാരണം ഇത് ലീഗലി എന്നെ മാത്രമേ സുധി ചേട്ടൻ കല്യാണം കഴിച്ചിട്ടുള്ളൂ. അതിന്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഇതാണ് ഞങ്ങളുടെ കല്യാണം നടന്ന സർട്ടിഫിക്കറ്റ്. The certificate of marriage, the 4th schedule, Special Marriage Act 1954. ഇതിൽ കൂടുതൽ തെളിവൊന്നും വേണ്ടല്ലോ. സുധി ചേട്ടൻ്റെ വൈഫാന്ന് പറയും. ഈ രേഷ്മ എന്നുള്ള രേണു സുധി തന്നെയാണ് രേഷ്മ, അതിന്റെ ഒഫീഷ്യൽ നെയിമാണ്. ഇവിടെ ഒന്നും കൂടെ ഞാൻ വായിക്കുവാണ്. ദ 4th schedule ഓഫ് ദ സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 പ്രകാരം ഞങ്ങൾ വിവാഹം ചെയ്തവരാണ്. ഇനി ഞാൻ സുധി ചേട്ടൻ്റെ ഫോട്ടോ വെക്കുന്നതിന്, സുധി ചേട്ടൻ്റെ പേര് വെക്കുന്നതിന് ഇവർക്ക് എന്നാന്നേ? ഞാൻ ഇന്ന് വരെ വേറൊരാളെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, ഇനിയോട്ട് കല്യാണം കഴിക്കാനും പോകുന്നില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ എന്തിനാ ഇവർ ഈ കിടന്ന് പറയുന്ന ആവശ്യമില്ലാത്ത? ഇത് കാണിക്കേണ്ട അവസ്ഥ വന്നു. എൻ്റെ സ്കൂളിൽ ഒരു ടീച്ചർ ഇട്ട പേരാണ് രേണു തന്നെയാണ് എൻ്റെ ഒറിജിനൽ നെയിം. പക്ഷെ ടീച്ചർ ഇട്ട പേരാണ് രേഷ്മ എന്ന്. അത് സർട്ടിഫിക്കറ്റ് രേഷ്മ എന്ന് വന്നു. പക്ഷെ എൻ്റെ സുധിച്ചേട്ടൻ്റെ രേഷ്മ എന്നുള്ള പേരിനേക്കാളും ഇഷ്ടം രേണു എന്നായിരുന്നു. അതുകൊണ്ട് രേണു സുധി എന്നറിയപ്പെടും. രേണു സുധി ആയിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ചേച്ചി ഇത്രയധികം റീലുകളിലാണെങ്കിലും ആൽബത്തിലൊക്കെ ആണെങ്കിലും ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് കോടികൾ വെച്ചുകൊണ്ട് വരുവാ. എന്റെ ബാലൻസ് കാണിച്ചു തരാവേ. ഇതാണ് എന്റെ സമ്പാദ്യം. ഇതും കൊണ്ട് തന്നെ ഇനി കൊച്ചുങ്ങൾ കുഴപ്പമില്ല. അയ്യേ ഐശ്വര്യ, നീ എന്നെ കൂടെ കരയിക്കല്ലേ? അയ്യോ, സുധിച്ചേട്ടന്റെ വൈഫ് ആകുന്നതിന് മുമ്പും ശേഷവും എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ? സുധിച്ചേട്ടന്റെ വൈഫ് ആയത് പിന്നെ ഒരു ചേട്ടന്റെ മകളെ പോലെ കാണുന്നത്. പിന്നെ ഞാൻ എങ്ങനെയാണ് വൈഫ് ആകുന്നത്? ഞാൻ ഇപ്പൊ ചേട്ടാ വല്ലപ്പോഴെങ്കിലും നിങ്ങൾ എന്നെ ഒന്ന് ഭാര്യയെ പോലെ കാണൂ. വാവട്ടെ, എനിക്കത് പറ്റില്ല, നീ എന്റെ മോളാ. ഞങ്ങൾ അതിന്റെ പേരിൽ വില കുടിക്കുമായിരുന്നു. ഈ ഒരു പേര് യൂസ് ചെയ്ത് മിസ്യൂസ് ചെയ്യല്ലേ? ഞാൻ ഈ അഭിനയിക്കുന്ന റീൽ ചെയ്യുന്നൊക്കെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു നേരം ആഹാരത്തിന് വേണ്ടിയിട്ടാണ്. എനിക്ക് ഒരു ഓർണമെന്റ്സ് പോലും ഇല്ല, അത് എല്ലാവർക്കും അറിയാം. ഈ ഡ്രസ്സ് പോലും വർഷങ്ങൾക്ക് മുന്നേ സുധിച്ചേട്ടനുള്ള സമയത്ത് എനിക്ക് കിട്ടിയ ഡ്രസ്സാണ്. എൻ്റെ ഒരു കൂട്ടുകാരത്തി അവൾ ഇട്ടിട്ട് അവളുടെ ചെറുതായിട്ട് തന്നിട്ട് അതുപോലെ ഞാൻ ഇപ്പൊ കളയാതെ സൂക്ഷിക്കണമെങ്കിൽ എനിക്ക് എവിടെ ആഡംബരം കിട്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ പൈസ ഇപ്പൊ എനിക്ക് വേറെ ഇല്ല. ഒരു ഫോൺ പൊട്ടിയിട്ട് വർഷങ്ങളായി. ആ ഫോൺ പോലും എനിക്ക് മേടിച്ചു തരാൻ ആരും. കിച്ചുവിന് എന്തായാലും ഒരു സന്തോഷം, അവന് പുറത്തുള്ള ഒരു പുള്ളിക്കാരി ഒരു നല്ലൊരു ഫോൺ മേടിച്ചു കൊടുത്തു. അത് ഒരുപാട് സന്തോഷം, ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. അവനൊരു ഫോൺ കിട്ടിയിട്ട് നല്ല ഫോണാണ്, അതുപോലെ മേടിച്ചു തരാൻ എനിക്കാരും ഇല്ല. പിന്നെ ഈ പറയുന്നവർ എന്താണ് എന്നെ കണെന്ന് പറയുന്നത്? വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633888575. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രേണു സുധിയാണ്. നമസ്കാരം ചേച്ചി. നമസ്കാരം. കുറെ വിശേഷങ്ങളുണ്ട്. പറയുന്നത് പോലെ എന്താ പറയാ, തിരക്കിലാണ്. എന്താണ് ഇപ്പൊ ഏറ്റവും പുതിയ വിശേഷം പറയാൻ എന്താ ഉള്ളത്? വർക്കുകൾ നന്നായിട്ട് പോകുന്നു. ആൽബം പിന്നെ ഒരു 2-3 വെബ് സീരീസ് സിനിമയൊക്കെ വിളിച്ചിട്ടുണ്ട്. അത് പിന്നെ ഒരു അവാർഡ് തരാൻ വേണ്ടിയിട്ട്, സോഷ്യൽ മീഡിയയുടെ അവാർഡ് അങ്ങനെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. പിന്നെ ഇനിയിപ്പോൾ ഷൂട്ട്, ഒരു ഫോട്ടോഷൂട്ട്, ഒരു വെറൈറ്റി, ഇന്ന് വരെ ചെയ്യാത്തൊരു വെറൈറ്റി ഫോട്ടോഷൂട്ട് വരുന്നുണ്ട്. അങ്ങനെ അതെ, ഈ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോസ് ഒക്കെ ആണെങ്കിലും ഇത്രത്തോളം ചേച്ചി എന്ത് ചെയ്താലും പ്രശ്നമാവുന്നതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ, സുധി ചേട്ടന്റെ വൈഫ് എന്നുള്ള ഒരു കാര്യം. അപ്പം ഈ തരത്തില് ചേച്ചിക്ക് മെയിനായിട്ട് എനിക്ക് ചോദിക്കാൻ തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ, സുധിച്ചേട്ടന്റെ വൈഫ് ആകുന്നതിന് മുമ്പും ശേഷവും എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ? ലൈഫ് എങ്ങനെയാ മാറിയത്? ചേട്ടന്റെ വൈഫ് ആകുന്നതിന് മുന്നേ നമ്മളെ കല്യാണത്തെ പറ്റി ഒന്നും ചിന്തിക്കുന്നൊന്നുമില്ലോ. വൈഫ് ആയി കഴിഞ്ഞിട്ടല്ലേ വൈഫായിട്ട് കല്യാണം കഴിഞ്ഞത്. ചേട്ടന്റെ വൈഫായത് പിന്നെ ഒരുപാട് ചേഞ്ച് ഉണ്ടായി. ഒരു വൈഫാണ് അല്ലെങ്കിൽ ഒരു എന്നിട്ട് പോലും എനിക്ക് വൈഫാന്ന് തോന്നില്ല, കാരണം ചേട്ടൻ എന്റെ മകളെ പോലെ കാണുന്നത്. പിന്നെ ഞാൻ എങ്ങനെയാണ് വൈഫാകുന്നത്? ഞാൻ ഇപ്പൊ ചേട്ടാ വല്ലപ്പോഴെങ്കിലും നിങ്ങൾ എന്നെ ഒന്ന് ഭാര്യയെ പോലെ കാണൂ. വാവട്ടെ, എനിക്കത് പറ്റില്ല, നീ എന്റെ മോളാ. ഞങ്ങൾ അതിന്റെ പേരിൽ വില കുടിക്കുമായിരുന്നു. അതെ, നിങ്ങൾ എന്താണ് എന്നെ വൈഫായിട്ട് കാണാത്തത്? വാവട്ടെ, ഞാൻ നിന്നെ മോളെ പോലെ കാണുന്നത്. അതെ, ആ ഒരു വിളിയിൽ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? ഫ്ലവേഴ്സിൽ ഫസ്റ്റ് ചേച്ചി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എപ്പിസോഡിൽ തന്നെ
പാവൂട്ടെന്ന് വിളിച്ചിട്ട് ചേച്ചി പാവൂട്ടേ. അതെ അതെ നടന്ന് വരുന്നതും ഒക്കെ വൃദ്ധപ്പനെ നമ്മുടെ മനസ്സിൽ കൊണ്ടെങ്കിൽ നിന്ന് മാറില്ല. അത് അതെ അത് രണ്ട് പിള്ളേരെ എന്താ പറയാ എന്റെ മക്കളെ പരിചയപ്പെടുത്തുന്നു എന്നുള്ള ലാഘവത്തോടെയാണ് സുധിച്ചേട്ടൻ നിങ്ങളെ അതങ്ങനെയാണ്, രണ്ടുപേരെയും. മരണം വരെ അങ്ങനെയായിരുന്നു. അതെ അങ്ങനെ. അപ്പം ഈ പറയുന്ന പോലെ തന്നെ ഈ ഒരു മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് തോന്നിയിട്ടില്ല. കാരണം മകളെ പോലെ തന്നെയാണ് കൊണ്ട് നടന്നിട്ടുള്ളത് കാര്യങ്ങളെന്ന് പറഞ്ഞു. ചേച്ചിയും സുധിച്ചേട്ടനും തമ്മിൽ പ്രണയത്തിലായിട്ട് എപ്പോഴാണ് ഫ്രണ്ട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ചേച്ചീനെ? ഒരു 2-3-4-5 മാസം കഴിഞ്ഞിട്ടാണ്. അതെ. അതിനിടെ നിങ്ങൾ വിവാഹം കഴിഞ്ഞിരുന്നോ അതോ? ഇല്ല, അത് ഫ്രണ്ട്സിനെ കണ്ടിട്ട് ശേഷമാണ് താലി മിന്നു കിട്ടിയത്. മിന്നു കിട്ടുന്നത്. ഇനി ഇവരെ ഇങ്ങനെ വിട്ടാൻ പറ്റത്തില്ല, നമ്മൾ മാത്രം അറിഞ്ഞോണ്ട് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് 2-3. ഒരു അതിനകത്ത് മെയിൻ മനോജേട്ടൻ, ബ്യൂഗിള് വായിക്കുന്ന മനോജേട്ടൻ പ്രോഗ്രാമിനൊക്കെ ചാളിച്ചിട്ട് തടിയൊക്കെ ഉള്ള നല്ല വെളുത്തിട്ട് നല്ല ക്യൂട്ടാണ് ചേട്ടനാണ് ഞങ്ങളെ പിടിച്ച് കെട്ടിച്ചത്. അതെ, അതായത് ഫ്രണ്ട്സ് ആണോ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ നടന്നാൽ ശരിയാവില്ല കെട്ടിക്ക? അപ്പൊ കിച്ചു പറഞ്ഞു ശരിയാണ്, കിച്ചുവാണ് താലി മേടിച്ചു തന്നത്. അതെ അങ്ങനെ. അത് എന്താ ഫ്രണ്ട്സ് ആ രീതിയിൽ പറയാൻ കാര്യം എന്താ? കാരണം എല്ലാ മാസം ഞാൻ സ്നേഹമാണെന്ന് അറിഞ്ഞു, കല്യാണം കഴിക്കണമെന്ന് അറിഞ്ഞു, എന്തിനാ താമസിപ്പിക്കും, നമുക്ക് കല്യാണം നടത്താന്ന് പറഞ്ഞു. അന്നൊരു ഫംഗ്ഷൻ പോലെ അവിടെ വെച്ചു കല്യാണം നടന്നു. അത് പുറലോകം അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇല്ല. ചേച്ചിയുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും അറിയായിരുന്നോ കാര്യം? ഇല്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഒരു ഫ്രണ്ട്സിനോട്, ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞു എന്ന് തോന്നുന്നു. എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആ സമയത്തുണ്ടായിരുന്നു, അവളുടെ അടുത്ത് പറഞ്ഞായിരുന്നു. ഫ്രണ്ടിന്റെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? കഴിഞ്ഞില്ല ഇനിയിപ്പോ എന്നാ പറയാനാന്ന് ചോദിച്ചു. കല്യാണം കഴിഞ്ഞിട്ടാണ് പറയുന്നത്, അല്ലാണ്ട് ആളുമായിട്ട് സ്നേഹമാന്ന് പറഞ്ഞു. കല്യാണം കഴിച്ചു കഴിഞ്ഞ് 2-3 നാള് കഴിഞ്ഞ് അവളിങ്ങനെ പൊക്കും എന്നെ ഓരോന്ന് കുത്തി ചോദിച്ചിട്ടാണ് ഞാൻ ചോദിച്ചിങ്ങനെ ഛർദ്ദിപ്പിക്കാന്ന് പറയത്തില്ല, ആ ഒരു സാധനമാണ്. അല്ലാതെ ഞാൻ എന്നും ആരുടെ അടുത്തും അങ്ങോട്ട് കയറി ഒന്നും പറയത്തില്ല. ഇപ്പൊ എത്ര ഫ്രണ്ട്സ് ആണെങ്കിലും പറയത്തില്ല. ഇല്ല, എന്തെങ്കിലും കുത്തി ടോർച്ചർ ചെയ്താ ഞാൻ പറഞ്ഞിരിക്കും. അതെ. ഈ ഫ്രണ്ട് അപ്പൊ ബെസ്റ്റ് ഫ്രണ്ട് ആന്ന് പറഞ്ഞില്ല, അപ്പൊ എന്തെങ്കിലും തരത്തിൽ പറഞ്ഞോ കുട്ടിയുള്ള ആളെ പറഞ്ഞായിരുന്നു? പറഞ്ഞു. അവള് കല്യാണം കഴിച്ച പിള്ളേരൊക്കെ ഉള്ളതാ. നിന്റെ ഇഷ്ടം, നിന്റെ സന്തോഷമാണ് മോനെ വലുതെന്നാണ് പറഞ്ഞത്. അതെ. ഇപ്പൊ എപ്പോഴും ഉണ്ടോ ഒരു കൂട്ടുകാരി കൂടെ ഉണ്ടോ? ഇപ്പം കോണ്ടാക്ട് അധികം ഇല്ല, അവര് വേറെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതെ. ഈ പറയുന്ന പോലെ കൂട്ടുകാരെല്ലാം കൂടെ പിടിച്ച് വിവാഹം കഴിപ്പിക്കുന്നു. പിന്നെ ലൈഫ് ഇങ്ങനെ പെട്ടെന്ന് ചേച്ചി പറയുന്നതനുസരിച്ച് ഏകദേശം 2-3-5-6 ദിവസത്തിന്റെ വ്യത്യാസത്തിൽ ലൈഫ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ ഒരു വിവാഹം തന്നെ തീരുമാനിച്ച് പെട്ടെന്ന് അങ്ങ് നടത്തുമായിരുന്നു? പെട്ടെന്ന്. അതൊരു 2-3 മാസം കഴിഞ്ഞിട്ടാണ്. എല്ലാ മാസവും ഞാൻ ഇവരെ കാണാൻ പോയായിരുന്നു. വീട്ടില് കള്ളം പറഞ്ഞിട്ട് എല്ലാ മാസവും സുചേട്ടൻ പോലെ പോയി, എറണാകുളത്ത് പോയി ഒരു ദിവസം. എന്ത് പറഞ്ഞിട്ടായിരുന്നു പോകുന്നത്? ഹോസ്റ്റലിൽ പോവാന്ന്. ഞാനൊരു ഇന്റർവ്യൂല് പറഞ്ഞായിരുന്നു, ഞാൻ ഐഡിയയുടെ കസ്റ്റമർ കെയർ നിന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ഞാൻ പോയി, അവിടെ ആന്റി ആയിട്ട് മച്ചാ വർഗീസ് ചേട്ടന്റെ വൈഫായിട്ട് നല്ല കൂട്ടം. അവരുടെ വീട്ടിലാണ് ഞാൻ പേയിങ് ഗസ്റ്റ് ആയിട്ട്. അപ്പൊ ആന്റിയുടെ വീട്ടിൽ പോവാന്ന് പറഞ്ഞു ഇവിടുന്ന് പോകും. ആന്റി അറിയുന്നില്ല, ഇപ്പൊ അറിഞ്ഞു കാണും. ആന്റി അറിയുന്നില്ല ഇത്. വീട്ടിൽ പോയില്ല. എവിടെ ഞാൻ സൂചേട്ടൻ മോനെ കാണും. പിന്നെ ഞങ്ങള് വീഗാലാൻഡ് ആയിരുന്നു പണ്ടല്ല, അവിടെയൊക്കെ പോയി കറങ്ങി അടിച്ച് റൂമിൽ വരും. പിന്നെ പിറ്റേ ദിവസം എന്നെ പറഞ്ഞു വിടും, അവരെ കൊല്ലത്തോട്ട് പോകും. അങ്ങനെയൊക്കെ. അപ്പം കിച്ചു എന്താ പറയാ, ചേച്ചി ഇങ്ങനെ കാണാൻ ചെല്ലുന്ന സമയത്ത് ചേച്ചിക്കായിട്ട് എന്തെങ്കിലും കരുതി വെക്കുക, അല്ലെങ്കിൽ ചേച്ചി എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോവാ? വാങ്ങിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്സോ കാര്യങ്ങളൊക്കെ മേടിച്ചോണ്ട് പോവായിരുന്നു. പിന്നെ അവനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഞാൻ. അങ്ങനെയൊക്കെ ഓർമ്മയുണ്ട്. ആറി പിടിക്കുന്ന കുട്ടിയല്ലേ. അതെ. പിന്നെ അവനെ പാട്ട് പാടുകയൊക്കെ ഉറക്കുമായിരുന്നു. അവന്റെ അടുത്ത് സംസാരിക്കുക, കുഞ്ഞു കൊച്ചല്ലായിരുന്നു അന്ന്. അങ്ങനെ ഞാനിപ്പോഴും അതെല്ലാം ഓർക്കുന്നുണ്ട്. പിന്നെ ഒരു ഷർട്ട് മേടിച്ചോണ്ട് പോയായിരുന്നു. അതിട്ട് അവൻ ഫോട്ടോ ഇങ്ങനെ ഭിത്തിയിൽ അവിടെ നിന്നൊരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചൊരു ഫോട്ടോ ഞാൻ ആദ്യമായിട്ട് എടുത്ത്. അത് ഫേസ്ബുക്കിൽ എന്തോ കിടപ്പുണ്ടെന്ന് തോന്നുന്നു പണ്ടത്തെ. ഞാൻ ആദ്യമായിട്ട് അവന്റെ ഫോട്ടോ എടുത്ത അങ്ങനെയാണ്. ചേച്ചി ഈ സുചേട്ടന് വേണ്ടി ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോ തന്നെ ആണെങ്കിൽ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ആരാന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? വൈഫാന്നാ പറയുന്നത്, അന്നേരം വൈഫാന്നാ പറയുന്നത്. അതായത് സുചേട്ടന്റെ വൈഫിന് അങ്ങനെ ഡീറ്റെയിൽ ഒന്നും മറ്റുള്ളവർക്ക് അന്നൊന്നും അമർപ്പെടാറില്ലടാ. പിന്നെ വീഗാലാൻഡ് വണ്ടലായി പോയപ്പോ ഒരു ചേച്ചി ചോദിച്ചു, നിങ്ങൾ ചേട്ടത്തിയാ എന്നോട് കിച്ചോട്? അല്ല, ഇതെന്റെ അമ്മയാന്ന് പറഞ്ഞു. അമ്മയായിരുന്നു. അമ്മയാന്ന് പറയാം എപ്പോഴും. ഇങ്ങനെ സ്ലൈഡിൽ ഇങ്ങനെ നിരങ്ങി പോകുന്ന ഞാൻ സുചേട്ടൻ വാതിക്ക് അവിടെ വാഴി നിൽക്കുക, ഞങ്ങൾ രണ്ടിങ്ങനെ കളിക്കുക. അപ്പത്തേന് ആരിച്ചു, ഇത് ചേച്ചിയാണോ? അല്ലല്ല, ഇതെന്റെ അമ്മയാന്ന് പറഞ്ഞവൻ. അങ്ങനെ. അതെ. ഈ പറയുന്ന പോലെ ഈ ഒരു പ്രണയത്തിലിരിക്കുന്ന സമയത്ത് ആരാണ് ഫസ്റ്റ് കല്യാണം കഴിക്കാൻ? അതായത് കൂട്ടുകാർ പറയുന്ന അല്ലാണ്ട് നിങ്ങളുടെ ഇടയിൽ അതിനൊരു ചർച്ച? സുചേട്ടൻ തന്നെയാണ് നമുക്ക് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത്. സുചേട്ടനാണ് പറഞ്ഞത്. എല്ലാരെയും അറിയിച്ചൊരു കല്യാണം ഇല്ലാതെ പറ്റില്ല, നമുക്ക് കല്യാണം കഴിക്കണം സുചേട്ടൻ പറഞ്ഞു. എല്ലാരെയും അറിയിച്ച് കല്യാണം നടത്തണമെന്നൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല? അങ്ങനെ ആദ്യം ഇല്ല, അത് പേടിയായിരുന്നു. എങ്ങനെ ഇത് പറയും എന്നുള്ള ഇത്, ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതായത് കല്യാണം കഴിക്കാത്തൊരു കുട്ടിയാണ് രേണു. അതൊക്കെ ആൾക്ക് അങ്ങനൊന്നും തോന്നിയില്ല. ആൾക്ക് സ്നേഹിച്ചു ആള്, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടോ? സുധിച്ചേട്ടൻ അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. അല്ലല്ല, സുധിച്ചേട്ടനായിട്ട് ചോദിച്ചിട്ടുണ്ടോ?
നീ ഓക്കെ അല്ലേ, അങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടോ? ഞാൻ നീ എല്ലാം കൊണ്ട് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചിട്ടാണ് നമ്മള് സമ്മതിച്ചത് തന്നെ. ഓക്കെയാണ് ചോദിച്ചേട്ടാ, ഒന്നും ഇനി ചിന്തിക്കാനില്ല, നിങ്ങളുടെ വൈഫ് തന്നെയാണ് എന്ന്. അതുപോലെ കുഞ്ഞുണ്ടായത് പോലും കിച്ചു പറഞ്ഞിട്ടാണ്. അത് ഞാൻ പറയാം, കാരണം അന്ന് വരെ നമുക്ക് കിച്ചു മാത്രം മതി എന്നുള്ള ഒരൊറ്റ ഇതിലായിരുന്നു. സീരിയസ്ലി കിച്ചു മാത്രം. അത് സൂചിച്ചേട്ടന് പറയാം, എനിക്കും അറിയാം. കിച്ചുവിന് അറിയാവുന്ന അറിയില്ല, അവനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ 3 കൂട്ടുകാരെ പോലെ ആയിരുന്നു. ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യായിരുന്നു. കിച്ചുവിനോട് പോലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ. കുഞ്ഞായിരുന്നു, ഞങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ അവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. എന്നാലും എടാ എൻ്റെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് ഇങ്ങോട്ടാ പറഞ്ഞു, അച്ഛ അമ്മ എനിക്കൊരു അനിയനെ വേണം, അവൻ അനിയനെ വേണമെന്നാ പറഞ്ഞു. അപ്പോഴാണ് കുഞ്ഞിനെ പറ്റി പോലും ഞങ്ങൾ ചിന്തിച്ചത് തന്നെ. കിച്ചു പറഞ്ഞിട്ടാണ്. അത് കിച്ചുവിനെ അറിയാം, നന്നായിട്ട് അറിയാം. അതുവരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ആവട്ടെ നമുക്ക് വേറെ കുഞ്ഞൊന്നും വേണ്ട കേട്ടോ, സത്യം നമുക്ക് വേറെ കുഞ്ഞൊന്നും വേണ്ട, നമ്മുടെ കിച്ചു. ഞാൻ സുധിച്ചേട്ടാ പറയണ പോലെ തന്നെ നമ്മുടെ കിച്ചു മാത്രം മതി നമുക്ക്. സത്യം, ദൈവ സത്യമായിട്ടും. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ മരിച്ചു വീഴട്ടെ, ഈ പറഞ്ഞ സത്യം അല്ലെങ്കിൽ. ചേച്ചിക്ക് അങ്ങനെ ഒരു സ്വന്തമായിട്ടൊരു കുഞ്ഞു വേണം എന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടായില്ല? തോന്നിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉള്ളിന്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ കിച്ചുവിന് വേണ്ടിയിട്ട് അതുപോലും ഞാൻ ഉപേക്ഷിച്ചായിരുന്നു. വേണ്ട, ദൈവസത്യം, കിച്ചുവിന് വേണ്ടിയിട്ട് ഞാൻ വേണ്ട, അവനെ വിഷമിപ്പിക്കരുത് എന്നോർത്ത്. പക്ഷെ എന്നാലും അവൻ ഇങ്ങോട്ട് പറഞ്ഞു, അമ്മ അച്ഛ എനിക്കൊരു അനിയനെ വേണം കേട്ടോ എന്ന് പറഞ്ഞപ്പോഴാണ് കുഞ്ഞിന്റെ കാര്യം പോലും പ്ലാനിങ്ങിന് വന്നത്. അപ്പൊ ആ കുഞ്ഞ് വന്നപ്പോ അവന് ഭയങ്കര സന്തോഷം. അനിയൻ തന്നെയാണെന്നാണ് അവൻ. സൂചേട്ടൻ എന്ന് പറഞ്ഞ പെണ്ണാന്ന്, പെൺകുട്ടി, എന്തോ ഒരു പേരൊക്കെ പറയായിരുന്നു സൂചേട്ടൻ. പെൺകുട്ടിയാ. അപ്പൊ കിച്ചു പറയാം, പിന്നെ ഒന്ന് പോയെ അച്ഛ ഇത് അമ്മയുടെ, എനിക്ക് എന്റെ അനിയനാ വരുന്നത്, അമ്മയുടെ പറ്റി അനിയനാന്ന് പറയുമായിരുന്നു. കിച്ചുവിനോടുള്ള സ്നേഹം പകുത്തു പോവോന്ന് ആ ടെൻഷനാണോ? എനിക്കറിയില്ല സുചേട്ടൻ എന്താണോ ഒന്ന് അങ്ങനെ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ കിച്ചുവായിട്ട് പറഞ്ഞു. പക്ഷെ കുഞ്ഞ് വന്നിട്ടും കിച്ചുവിനായിരുന്നു. എനിക്ക് കിച്ചു ആദ്യമായിട്ട് അമ്മയെന്ന് വിളിച്ചു കിച്ചു തന്നെ. കിച്ചു കഴിഞ്ഞിട്ടാണ് കുഞ്ഞ് എന്നാണ് ഞാൻ അന്നും ഇന്നും പറയുന്നത്. അത് പകത്തു എന്താന്നൊന്നും അറിയത്തില്ല. എന്തായാലും പറഞ്ഞത് നമുക്ക് വേറെ കുഞ്ഞ് വേണ്ട, അവനിനി വിഷമാവോന്ന് ഓർത്തിട്ടായിരിക്കണം, അവൻ കുഞ്ഞല്ലേ. പക്ഷെ അവൻ ഇങ്ങോട്ട് പറഞ്ഞു അവന് അനിയനെ വേണം. അവൻ ഇങ്ങോട്ടാണ് പറഞ്ഞു, ഞങ്ങളൊന്നും സംസാരിച്ചില്ല, അവൻ ഇങ്ങോട്ടാണ് പറഞ്ഞത്. ഈ ഒരു ഫ്രണ്ട്സുമായിട്ട് ഒക്കെ ചേർന്നിട്ടാണ് കല്യാണം താലികെട്ട് നടത്തിയെന്ന് പറഞ്ഞു. അപ്പം ആ ഒരു സമയത്ത് നിങ്ങൾ ലീഗലി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ലീഗലി അത് കഴിഞ്ഞിട്ടാണ്, വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞിട്ടാണ്. അതെ, ലീഗലി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഉണ്ട്. കാരണം ഞാനിതിപ്പോ ചോദിക്കുന്നതിനുള്ള കാരണം എന്ന് വെച്ചാല് സോഷ്യൽ മീഡിയയിൽ ഇപ്പം ചേച്ചി ഏറ്റവും കൂടുതൽ ഒരു നെഗറ്റീവ് കമന്റ്സ് നേരിടുന്നത് തന്നെ സുധിയുടെ വൈഫാണ്. സുധിയുടെ വൈഫ് അങ്ങനെ സുധിയുടെ വൈഫാണ് ഞാൻ. കാരണം ഇത് ലീഗലി എന്നെ മാത്രമേ സുധിച്ചേട്ടൻ കല്യാണം കഴിച്ചിട്ടുള്ളൂ. അതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട്. ഞാൻ ഈ പറയുന്നതല്ലാതെ ഞാൻ ഇന്ന് വരെ തെളിവ് കാണിച്ചിട്ടില്ല. ഞാൻ ഇപ്പൊ തന്നെ എടുത്തു വെച്ചത് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. സർട്ടിഫിക്കറ്റ് ഉണ്ട്, കല്യാണം നടന്ന സർട്ടിഫിക്കറ്റ്. ഇതാണ് ഞങ്ങളുടെ കല്യാണം നടന്ന സർട്ടിഫിക്കറ്റ്. അപ്പം ഇതിൽ എഴുതിയിരിക്കുന്നത് ബ്രൈഡിന്റെ ഒപ്പ് സുധി ശിവദാസൻ ദാസ് ബ്രൈഡ്. അപ്പം ബ്രൈഡ് ഗ്രൂം സുധി ശിവദാസൻ ദാസ്. രേഷ്മ എന്നാണ് എന്റെ ഒഫീഷ്യൽ നെയിം, രേഷ്മ തങ്കച്ചൻ. അത് വേണ്ടേ ബ്രൈഡ് ഒപ്പ്. പിന്നെ സാക്ഷികള് സിഗ്നേച്ചർ ഓഫ് വിറ്റ്നസ് ലിബു KJ, അതായത് എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്. സൂചന അളിയാന്ന് വിളിക്കുന്നത് ലിബു KJ. ചേട്ടാപ്പിന്ന് ഞാൻ വിളിക്കുന്നത്. പിന്നെ അടുത്ത ബിന്ദു സെബാസ്റ്റിൻ, എന്റെ അമ്മയുടെ അനിയത്തി. അടുത്ത വിറ്റ്നസ് ആശിഷ് ജോയ്, എന്റെ അമ്മയുടെ ആങ്ങളയായിട്ട് വരും. ഈ 3 പേരായിരുന്നു ഇതേണ്ടേ ഞങ്ങളുടെ സാക്ഷികൾ. ഇതാണ് ഞങ്ങളുടെ കല്യാണ സർട്ടിഫിക്കറ്റ്. ഇതിപ്പം എഴുതിയേക്കുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് മാരേജ്, ദ 4th ഷെഡ്യൂൾ സ്പെഷ്യൽ മാരേജ് ആക്ട് 1954. ഇതിൽ കൂടുതൽ തെളിവൊന്നും വേണ്ടല്ലോ. സുധിച്ചേട്ടന്റെ വൈഫാന്ന് പറയും. ഇനി എന്തിനാണ് എനിക്ക് ഇത് കാണിക്കേണ്ട വന്ന്? ഇത് കാണിക്കാതിരിക്കുമായിരുന്നു ഇത്ര നാൾ. പറച്ചിൽ മാത്രമേ ഉള്ളായിരുന്നു. ഇതെനിക്ക് കാണിക്കേണ്ട വന്ന്. ഈ രേഷ്മ എന്നുള്ള രേണു സുധി തന്നെയാണ് രേഷ്മ. അതിന്റെ ഒഫീഷ്യൽ നെയിമാണ്. എന്റെ സ്കൂളിൽ ഒരു ടീച്ചർ ഇട്ട പേരാണ്. രേണു തന്നെയാണ് എന്റെ ഒറിജിനൽ നെയിം. പക്ഷെ ടീച്ചർ ഇട്ട പേരാണ് രേഷ്മ. അത് സർട്ടിഫിക്കറ്റ് രേഷ്മ എന്ന് വന്നു. പക്ഷെ എന്റെ സുചേട്ടന് രേഷ്മ എന്നുള്ള പേരിനേക്കാളും ഇഷ്ടം രേണു എന്നായിരുന്നു. അതുകൊണ്ട് രേണു സുധി എന്നറിയപ്പെട്ടു. രേണു സുധി ആയിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ രേഷ്മ തങ്കച്ചൻ, അല്ലാണ്ട് രേണു സുധി തന്നെയാണ് ബാക്കി എല്ലായിടത്തും. അപ്പം ഇത് കാണിക്കേണ്ട വന്നു. കാരണം ഇത് ഇവിടെ ഒന്നും കൂടെ ഞാൻ വായിക്കുവാണ്. ദ 4th ഷെഡ്യൂൾ ഓഫ് ദ സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 പ്രകാരം ഞങ്ങൾ വിവാഹം ചെയ്തവരാണ്. ഇനി ഞാൻ സുധിച്ചേട്ടന്റെ ഫോട്ടോ വെക്കുന്നതിന്, സുധിച്ചേട്ടന്റെ പേര് വെക്കുന്നതിന് ഇവർക്ക് എന്നാന്നേ? ഞാൻ ഇന്ന് വരെ വേറൊരാളെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഇനിയോട്ട് കല്യാണം കഴിക്കാനും പോകുന്നില്ലെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പിന്നെ എന്തിനാ ഇവർ ഈ കിടന്ന് പറയുന്ന ആവശ്യമില്ലാത്ത? ഇത് കാണിക്കേണ്ട അവസ്ഥ വന്നു. ഇത് കാണിക്കേണ്ട ആവശ്യം. ഇത് ഇനി ഒറിജിനൽ ആണല്ലേ നിങ്ങൾക്ക് കണ്ടറിയാലോ. ഇത്തരത്തില് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ലീഗലി മാരേജ് കഴിഞ്ഞിട്ടില്ല. ജസ്റ്റ് നിങ്ങള് ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടായിരുന്നതേ ഉള്ളൂ. കാരണം ഒരു മാരേജ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലേ. ഇത് ഞാൻ അതിന് തന്നെയാണ് കാണിക്കുന്നത്.
എന്തിനാ നീ സുധിച്ചേട്ടന്റെ പേര് പറയുന്നത്? എടാ എന്റെ സുധിച്ചേട്ടൻ എന്റെ ഒറിജിനൽ എന്നെ നിയമപരമായിട്ട് കല്യാണം കഴിച്ച ഭർത്താവാടെ ഇന്നും. അതുകൊണ്ട് ഞാൻ ഇനിയും ഫോട്ടോ വെക്കും, ഇനിയും ഫോട്ടോയുടെ ഫ്രണ്ട് ഇരിക്കും, ഇനി രേണു സുധീൻ തന്നെ പറയും, രേഷ്മ സുധീൻ തന്നെ പറയാം. നിങ്ങൾക്കൊക്കെ എന്താടേ? ഞാൻ ഇനിയും പറയാം, എനിക്ക് ആ ഒരു അവകാശമുണ്ട്, എനിക്ക് മാത്രമേ ഉള്ളൂ ഭർത്താവെന്ന്. ഇതിനകത്ത് ഇതേതായാലും ചുമ്മാ ആകത്തില്ലല്ലോ, ഗവൺമെന്റ് അംഗീകരിച്ച സാധനം ചുമ്മാ ആകത്തില്ലല്ലോ. പിന്നെ എന്തിനാ ഇവറ്റകളുടെയൊക്കെ ഞാൻ വായിടുന്ന എന്തിനാ? അതല്ല ഞാൻ ഒന്നും മിണ്ടായിരിക്കുന്നത്. ഫോട്ടോ മാറ്റും. സൗകര്യമില്ല സൂചിച്ചേണ്ട ഫോട്ടോ മാറ്റാൻ, സൗകര്യപ്പെടുന്നില്ല സൂചിച്ചേണ്ട ഫോട്ടോ മാറ്റാൻ. കുറെ എണ്ണത്തിന്റെ കമന്റും ഉണ്ട്. ആ പേരുകള എന്തിന്? രേണു സുധി തന്നെ, രേഷ്മ സുധി തന്നെയാണ്. ഈ പറയുന്ന പോലെ കമന്റുകളാണെങ്കിലും വരുന്നതാണ്. കമന്റിനുള്ള റിപ്ലൈ ഞാൻ കൊടുത്തത്. അതെ, സുധിച്ചേട്ടന്റെ ഫോട്ടോ പ്രൊഫൈലായിട്ട് ഉപയോഗിച്ചുകൊണ്ട് കാണിക്കുന്നത് കണ്ടില്ലേ? എന്ത് കാണിക്കുന്നത്? ഞാൻ കാണിക്കുന്നത് എന്റെ ഇഷ്ടമാണ്, എന്റെ അഭിനയമാണ്. സൂചിച്ചേട്ടന്റെ പ്രൊഫൈല് മാറ്റുന്നില്ല, സൗകര്യമില്ല. കാരണം എന്റെ കെട്ടിയോന്റെ ഫോട്ടോയാണ് ഞാൻ വെച്ചേക്കുന്നത്, അത് മാറ്റുന്നില്ല. ഈ ലീഗലി മാരീഡ് അല്ല എന്നുള്ള തരത്തിലുള്ള കമന്റുകളൊക്കെ കണ്ടപ്പോൾ എന്താ തോന്നിയത്? അതാണ് ഞാൻ എത്ര നാളായെന്നറിയാം ഇതൊന്ന് കാണിക്കണം. പിന്നെ ഞാൻ വേണ്ട, എന്തിനാ വെറുതെ. പക്ഷെ എനിക്കിപ്പോ അത് തോന്നി കാണിക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ, നിങ്ങളുടെ പ്രേക്ഷകർക്ക് മുന്നിൽ ഞാൻ കാണിച്ചത്. കാരണം ഏറ്റവും കൂടുതൽ എന്റെ മനസ്സ് തുറന്നിട്ടുള്ള ചാനൽ നിങ്ങളുടെയാണ്. സോ എനിക്ക് നിങ്ങളുടെ മുന്നിൽ തന്നെ, നിങ്ങളുടെ പ്രേക്ഷകരിൽ തന്നെ എനിക്കിത് കാണിക്കണമെന്ന് തോന്നി ഞാൻ കാണിച്ചു. ഈ തരത്തില് ഇതിപ്പം ചേച്ചി ഓക്കെ ലീഗലി മാരീഡ് ആണെന്നുള്ള കാര്യം ഇപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പം ഇനി ഉള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ സംശയം എന്ന് പറയുന്നത്, ചേച്ചി ഈ ഒരു പേര് ചേച്ചിയോടൊപ്പം ഉണ്ട്, അതൊരു പേര് മാറ്റാനോ അല്ലെങ്കിൽ പ്രൊഫൈൽ മാറ്റാനോ ഒന്നും ചേച്ചി തയ്യാറോ കാര്യങ്ങളോ ഒന്നുമല്ല. ചേച്ചിക്ക് ഇനിയൊരു പ്രണയം ഉണ്ടാകാനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മനുഷ്യരല്ലേ, പ്രണയവും കാര്യങ്ങളൊക്കെ ഓരോ മനുഷ്യന്റെ ഉള്ളിലെ ചിന്തകളും കാര്യങ്ങളുമാണ്. പക്ഷെ ഇത് ഈ നിമിഷം വരെ എനിക്ക് പ്രണയം എന്ന് പറഞ്ഞാൽ സൂചിച്ചേട്ടനടുത്ത് മാത്രമുള്ളൊരു വികാരമാണ്. അത് ഇതിനകത്ത് ഇനിയിപ്പോ എന്തൊക്കെ വന്നാലും ഞാൻ ഇന്ന് ഈ നിമിഷം വരെ വേറൊരു കല്യാണത്തെ പറ്റി ഞാൻ ചിന്തിക്കുന്നുമില്ല. ഞാൻ ഇന്നും സുധിച്ചേട്ടന്റെ വൈഫാണ്, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എല്ലാരും ചോദിക്കുന്നത് ഇതാണ്. അപ്പൊ എന്തെങ്കിലും ചോദിച്ച് നമ്മൾ അങ്ങ് പറഞ്ഞു പോയി എന്തെങ്കിലുമൊക്കെ. ഇത് തന്നെയാണല്ലോ കല്യാണം കഴിച്ചത്. അപ്പൊ ഞാൻ പറയാം കല്യാണം കഴിയുമ്പോൾ ഞാൻ അറിയിക്കാം എന്ന് പറയും, അല്ലെ കല്യാണം ഉടനെ കാണാൻ. ചിലപ്പോൾ കല്യാണം കഴിക്കത്തില്ല. നമ്മൾ ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതിനേക്കാളും ഭേദമല്ലേ തിരിച്ചും മറിച്ചും സംസാരിക്കുന്നത്. എന്തിനാ തന്നെ ഇല്ലാന്നറിയാം, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലെന്നറിയാം, ഞാൻ എന്തായാലും ഒട്ട് കല്യാണം കഴിക്കത്തില്ലെന്ന്, വേറെ കല്യാണം കഴിക്കത്തില്ലെന്ന് ഇവർക്കൊക്കെ അറിയാം. പക്ഷെ എന്റെ വായിന്ന് എന്തെങ്കിലും കേൾക്കണം, അതിനാണ് ഈ ചോദിച്ചോണ്ട്. പ്രണയം എന്നുള്ളത് എനിക്ക് യഥാർത്ഥത്തിൽ ഞാൻ വേറൊരു ഇന്റർവ്യൂവിൽ നിങ്ങളോട് തന്നെ പറഞ്ഞ പോലെ എനിക്ക് യഥാർത്ഥത്തിൽ പ്രണയമുള്ള സുധിയോട് മാത്രമാണ്. ആളുടെ അടുത്ത് എനിക്ക് പ്രണയം തന്നെയല്ല, എനിക്ക് അത് കൂടുതൽ എന്താണോ അതാണ് ആളുടെ അടുത്ത്. അത് ഇന്ന് വരെ എനിക്ക് മാറാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ എന്തിനാണ് വേറെ ആളെ പ്രണയിച്ചു പോകുന്നത്? പിന്നെ ഏതൊരു മനുഷ്യനും ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഓരോ വികാര ഫീലിങ്സ് ഒക്കെ വരും. അതൊക്കെ ഞാനും മനുഷ്യനാണ്. അതൊക്കെ ഇപ്പൊ എപ്പോഴും പബ്ലിക് ആക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഉള്ളിൽ വരുന്ന ഫീലിങ്സ് എന്തിനാ പബ്ലിക് ആക്കുന്നത്? അത്രേ ഉള്ളൂ. ഇനിയും ചിലപ്പോൾ കുറച്ച് 2 ദിവസം ഞാൻ പോസ്റ്റ് ഇടും എനിക്ക് പ്രണയമുണ്ട്, അതെന്റെ ഓരോ ഫീലിങ്സും കാര്യങ്ങളാണ് ഞാൻ ഇടുന്നത്. അതുകൊണ്ട് സൂചിച്ചേട്ടനെ എനിക്ക് ഉപേക്ഷിച്ചിട്ട് ഞാൻ വേറെ കെട്ടാൻ പോകുന്നതല്ല, അല്ലെ വേറൊരാളുടെ അടുത്ത് ഞാൻ പ്രണയിച്ച് അവരുമായിട്ട് പോകുന്നതല്ല എന്റെ. ഇനിയിപ്പോ ആരെങ്കിലും ഏതെങ്കിലും തരത്തില് ആ ഒരു പ്രണയമുണ്ട് എന്ന് പറഞ്ഞ് ചേച്ചി സമീപിക്കാൻ ഒരുപാട് പേര് പ്രപ്പോസൽസ് വരുന്നുണ്ട് ഇപ്പോഴും ഉണ്ട്. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ തന്നെ കഴിഞ്ഞ ദിവസം വന്നു. ആൾ ഡിവോഴ്സ് ആണ്, രേണുവിനെ ഇഷ്ടമാണ്, നേരിട്ട് തന്നെ സംസാരിച്ചു. രേണുവിനെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല, ഇപ്പൊ ഞാൻ കല്യാണത്തെ പറ്റി ഒന്നും തീരുമാനിച്ചിട്ടില്ല, ചേട്ടൻ നല്ല പെണ്ണ് കിട്ടും. അതുപോലെ വേറെ മോളെ പോലെ നോക്കിക്കോളാം, പുറത്തുനിന്നുള്ള ഒരു ദുബായിക്കാരൻ മോളെ പോലെ. അതിന് മുന്നേ 2-3 മാസം മുന്നേ മോളെ പോലെ നോക്കിക്കോളാം, സ്വത്തുണ്ട്, കാര്യം സോഷ്യൽ മീഡിയയിൽ എന്ത് വന്നാലും എനിക്ക് വിഷയമല്ല, എൻ്റെ ഈ പണമുണ്ട്, രേണു ഒന്ന് സമ്മതിച്ചാൽ മതി, രേണുവിനെ കിട്ടിക്കോ. ഒരുപാട് പേര് അങ്ങനെ ഒരു 4-5 പ്രപ്പോസൽസ് എങ്കിലും വന്നിട്ടുണ്ട് കല്യാണം കഴിക്കാന്നുള്ള രീതിയിൽ. എൻ്റെ അടുത്ത് നേരിട്ടാണ് വരുന്നത്. രേണു കല്യാണം കഴിക്കാൻ താല്പര്യമാണ്, പൊന്നു പോലെ നോക്കി, ഒരാൾ കുഞ്ഞിനെ പോലെ നോക്കിക്കോളാം. എനിക്കൊന്ന് അച്ചർക്ക് എൻ്റെ ഇളയതാന്ന് തോന്നുന്നു, കുഞ്ഞിനെ പോലെ നോക്കാന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴൊക്കെ പറഞ്ഞോ എനിക്കിപ്പോ അങ്ങനെ ഒരു താല്പര്യം. ചേച്ചി ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ഈ വാട്സപ്പ് ത്രൂ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ത്രൂ വരുന്ന മെസ്സേജസോ അങ്ങനെയൊന്നും അല്ലാണ്ട് ഒരാൾ ശരിക്കും ചേച്ചിയോടുള്ള പ്രണയം കൊണ്ട് ചേച്ചി നേരിട്ട് വന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാനൊരു ഷൂട്ടിന് പോയപ്പോ എന്നെ ഒരാൾ കണ്ടിട്ട് രേണു സുധി അല്ലേ, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ, പറയുന്നില്ല ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ, ഇപ്പൊ സർവീസിലുള്ള ആളാണ്. പിന്നെ ആരെന്ത് രേണു വേറൊന്നല്ല, ഞാൻ ഡിവോഴ്സ്. രേണുവിനെ ഇപ്പോഴാണ് ഞാൻ നേരിട്ട് കാണുന്നത്, എനിക്ക് രേണുവിനെ ഇഷ്ടമാണ്, പ്രപ്പോസലായിട്ട് വീട്ടിലോട്ട് വന്നോട്ടെ. ഞാൻ പിന്നെ പൊന്നെ ഏട്ടാണ് വെറുതെ വിട്ട്. എനിക്ക് 2 മക്കളുണ്ട്, വൈഫ് ഡിവോഴ്സാണ്, ഞാൻ ഓക്കെയാണ്, രേണു ഓക്കെയാണ്. ഞാൻ പറഞ്ഞു പൊന്നേട്ടാ എന്നെ വിട്ടേക്ക്, ഞാൻ ഇപ്പം പ്രിപ്പയർ ഒന്നും അല്ല, ഞാൻ കല്യാണം കഴിക്കാൻ. ഇങ്ങനെ ചോദിച്ചത് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ രേണു, അടുത്ത നെക്സ്റ്റ് മാരേജ് നോക്കുന്നുണ്ടോ? ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആള് പറഞ്ഞത് എനിക്കിഷ്ടമാണ് രേണുവിനെ, നമുക്ക് വീട്ടിൽ വന്ന് കാര്യമൊക്കെ പറയാം. ഞാൻ പറഞ്ഞു
ഇപ്പൊ ഒന്നും വേണ്ടെന്നല്ല, ഇപ്പൊ ഞാൻ തീരുമാനിച്ചിട്ടില്ല കല്യാണത്തെ പറ്റി. അതെ, അല്ല ഇപ്പം ഇൻ കേസ് ഇതിപ്പം ഇപ്പോഴത്തെ കാര്യമില്ല, ഇപ്പൊ ചേച്ചി ഓൾറെഡി സുധിച്ചേട്ടന്റെ പേര് മാത്രം ഒതുങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ആരോടെങ്കിലും ചേച്ചിക്ക് ആത്മാർത്ഥമായിട്ട് ശരി വന്നൊരു പ്രപ്പോസൽ വരുന്നു, ശരി ഇയാളെ എനിക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ സുധിച്ചേട്ടന് ശേഷം എനിക്ക് വിശ്വസിക്കാനാകുന്ന ആള് ഇദ്ദേഹമാണ് എന്ന് ചേച്ചിക്കായിട്ട് തോന്നി ചേച്ചി ഒരു വിവാഹം കഴിക്കുകയാണ്. അങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രേണു സുധി എന്നുള്ള പേരിൽ ചേഞ്ചസ് ഉണ്ടാവുമോ? പിന്നെ ചേഞ്ചസ് ഉണ്ടാവണ്ടേ? പിന്നെ സുധി എന്നുള്ള പേര് വെച്ചിട്ട് തന്നെ കാണിക്കാനാ? അതെ, അത് കാണിക്കാൻ പറ്റും. കാരണം അപ്പം പറയാ സുധിച്ചേട്ടന്റെ പേര് ചവിട്ടുകൊറ്റയിലൊന്നും അറിയുന്നതല്ല പറഞ്ഞത്. പിന്നെ ആ പേരെന്താണ്? പേര് പിന്നെ അർത്ഥമല്ലാതായി പോകത്തില്ലേ? അതെ. സോ അല്ലെങ്കിൽ പിന്നെ സുധി എന്നുള്ള പേരിലുള്ള ആളെ പിടിച്ച് കല്യാണം കഴിക്കണം. ഇപ്പൊ ഓൾറെഡി ഓക്കെ ചേച്ചി, ഇപ്പം ചേച്ചി സുധിച്ചേട്ടന്റെ പേരിൽ അല്ലെങ്കിൽ സുധിച്ചേട്ടനോട് ഒതുങ്ങിക്കൂടാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. പക്ഷെ ഇനി ഭാവിയിൽ ചേച്ചിയുടെ അടുത്ത് ആത്മാർത്ഥമായിട്ട് പ്രണയമായിട്ട് ഒരാൾ വരികയാണ്, ചേച്ചിക്കും തോന്നുകയാണ് ഓക്കെ സുധിച്ചേട്ടന് ശേഷം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ ഇതാണ്, എനിക്ക് ഇദ്ദേഹത്തെ വിശ്വസിക്കാം. അത് പിന്നെടാ ഇപ്പം ഞാൻ വേറെ ആളുടെ, ഇപ്പം ഐശ്വര്യ പറഞ്ഞ പോലെ ഞാൻ ഒരാളെ കിട്ടിയെന്ന് വെച്ചു, ഒരാണിനെ കിട്ടി, ഹസ്ബൻഡ്. അപ്പം ഞാൻ വേറെ ആളുടെ കൂടെ താമസിക്കുമ്പോൾ സുധിച്ചേട്ടന്റെ പേര് വരുമ്പോൾ എനിക്ക് സുധിച്ചേട്ടനോടൊരു ആത്മാർത്ഥതയുണ്ട്. അത് ഞാൻ കാണിക്കണം മോശമല്ലേ? ഏട്ടനോട് കാണിക്കണം, എൻ്റെ സുധിച്ചേട്ടനോട് കാണിക്കണേ ഏറ്റവും വലിയ മോശമായിരിക്കും ഞാനത്. അപ്പം അങ്ങനെ ആളുടെ പേര് വെക്കുന്നത് ശരിയാണോ? സുധിച്ചേട്ടനുള്ള മാന്യതക്കേടാണ് ഞാനത് ചെയ്യുന്നത്. കാരണം വേറെ ആളുടെ വൈഫായി കഴിഞ്ഞിട്ട് ഏട്ടന്റെ പേര് വെക്കുക എന്ന് വെച്ചാൽ ഏട്ടനോട് കാണിക്കുന്ന എല്ലാം ഒരു മാന്യതക്കേടായിട്ട് തോന്നുന്നു. ഇല്ല ചേച്ചി, നമുക്ക് അറിയാം. എന്നിരുന്നാൽ പോലും ആൾക്കാരുടെ കമന്റ്സിലൂടെ ഒക്കെ വരുന്ന ചോദ്യത്തിന്റെ പുറത്താണ് ഞാൻ ഇങ്ങനെ ചോദ്യം മനസ്സിലായത്. കാരണം ഈ ഒരു പേര് യൂസ് ചെയ്തിട്ട് ചേച്ചി എന്താ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പേര് ചേച്ചി മിസ്യൂസ് തെളിവല്ലേ ഞാനിപ്പോ എടുത്ത് കാണിച്ചത്? അതെ, ഈ ഒരു പേര് യൂസ് ചെയ്ത് മിസ്യൂസ് ചെയ്യല്ലേ എന്നുള്ള തരത്തിലൊക്കെ ഞാൻ ഈ അഭിനയിക്കുന്ന റീൽ ചെയ്യുന്നൊക്കെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു നേരം ആഹാരത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ എനിക്ക് ആഭരണം വിട്ട് നടക്കാൻ എൻ്റെ ഒരു ആഭരണം പോലും ഇല്ല, എനിക്ക് ഒരു ഓർണമെന്റ്സ് പോലും ഇല്ല. അത് എല്ലാവർക്കും അറിയാം. പിന്നെ ഇങ്ങനെ തന്നെ ഓരോരുത്തരൊക്കെ പൈസ കിട്ടി അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു സാധനവും ഇന്ന് വരെ വാങ്ങിച്ചിട്ടില്ല. ഈ ഡ്രസ്സ് വരെ എനിക്ക് വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ഫ്രണ്ട്സ് തന്നതാണ്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നെ, അവള് സുധിച്ചേട്ടനുള്ള സമയത്ത് തന്ന ഡ്രസ്സാണ്. അത് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്തുമാത്രം ഞാൻ ദാരിദ്ര്യം അനുഭവിച്ച ആൾ തന്നെയാണ്. ദാരിദ്ര്യം ഇപ്പോഴും അനുഭവിക്കുന്ന ആളാണ്. നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങൾ ഈ പറയുന്നു ഞാൻ അഭിനയിച്ച അവള് അതിലെ നടക്കുന്നു ഇതിലെ നടക്കുന്നു, എനിക്കൊരു ഡ്രസ്സ് പോലും നേരെ ചൊവ്വേ മേടിക്കാൻ എൻ്റെ വരുമാനം പറ്റുന്നില്ല. കാരണം എനിക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം, അവർക്ക് ഒരു നേരത്തെ ആഹാരം, അവർക്ക് ഡ്രസ്സ് കൊടുക്കണം. കിച്ചു ദൂരെയുള്ള അവന് ആവശ്യമുള്ളത് ഞാൻ ഇട്ട് കൊടുക്കും, എൻ്റെ ഉള്ള പോലെ അവന് കൊടുക്കും, അത് അവനും അറിയാം. ഈ ഡ്രസ്സ് പോലും വർഷങ്ങൾക്ക് മുന്നേ സുധിച്ചേട്ടനുള്ള സമയത്ത് എനിക്ക് കിട്ടിയ ഡ്രസ്സാണ്. എൻ്റെ ഒരു കൂട്ടുകാരത്തി അവൾ ഇട്ടിട്ട് അവളുടെ ചെറുതായിട്ട് തന്ന ഡ്രസ്സാണ്. അതുപോലെ ഞാനിപ്പോൾ കളയാതെ സൂക്ഷിക്കണമെങ്കിൽ എനിക്ക് എവിടെ ആഡംബരം കിട്ടി ഞാൻ എന്ത് ചെയ്യുന്നു ഈ പൈസ? ഇവരൊക്കെ പറയുന്നല്ലോ ഞാൻ കുന്തളിച്ച് നടക്കുന്നു, അഴിഞ്ഞാടി നടക്കുന്നു. എനിക്കത് തുറന്നു പറഞ്ഞതിൽ ഒരു മടിയില്ല. മുന്നോട്ട് ഒരു 10 വർഷം കൂടെ ഞാൻ ജീവനോണ്ട് ഈ ഡ്രസ്സ് തന്നെ ഞാൻ ഇട്ടുകൊണ്ട് നടക്കും. എനിക്ക് വേറെ ഇല്ല, ആരും എനിക്ക് തരാനില്ല, ആരും കൊണ്ട് തരുന്നില്ല. 1 2 പ്രാവശ്യം വല്ലോ സുഹൃത്തുക്കൾ കൊണ്ട് ഡ്രസ്സ് തരുന്നില്ല. ഇട്ട ഡ്രസ്സൊക്കെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ, എനിക്കതിനൊരു മാനക്കേടും ഇല്ല, പറയാനൊരു മാനക്കേടും ഇല്ല. കാരണം എനിക്ക് അതിനുള്ള വരുമാനമേ ഉള്ളൂ. പുതിയ ഡ്രസ്സ് എടുക്കാനൊന്നും എനിക്ക് ആരും എടുത്തു തരുന്നില്ല. ഒരു ഫോൺ പൊട്ടിയിട്ട് വർഷങ്ങളായി, ആ ഫോൺ പോലും എനിക്ക് മേടിച്ചു തരാൻ ആരുമില്ല. കിച്ചുവിന് എന്തായാലും ഒരു സന്തോഷം, അവന് പുറത്തുള്ളൊരു പുള്ളിക്കാരി ഒരു നല്ലൊരു ഫോൺ മേടിച്ചു കൊടുത്തു, അത് ഒരുപാട് സന്തോഷം, ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. അവനൊരു ഫോൺ കിട്ടില്ല, നല്ല ഫോണാണ്, അതുപോലെ മേടിച്ചു തരാൻ എനിക്കാരും ഇല്ല. പിന്നെ ഈ പറയുന്നവർ എന്താണ് എന്നെക്കാണെന്ന് പറയുന്നത് എനിക്കറിയില്ല. എനിക്കത് ചേച്ചി ഇത് പറഞ്ഞത് ഭയങ്കര കാര്യമായിരുന്നു. കാരണം ചേച്ചി ഇത്രയധികം റീലുകളിലാണെങ്കിലും ആൽബത്തിലൊക്കെ ആണെങ്കിലും ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ആൾക്കാരുടെ ഒരു മനോഭാവം എന്ന് കോടികൾ വെച്ചോണ്ട് വരുവാ. അതെ ചേച്ചി, ഒരുപാട് എന്റെ ഫോണിനകത്തെ ബാലൻസ് ഇപ്പൊ കാണിച്ചു തരാൻ വേണമെങ്കിൽ ഞാൻ, കാരണം എനിക്കത് കാണിക്കണം, ആ ബാലൻസ് നിങ്ങളെ കാണിക്കണം. എനിക്ക് ഇന്നൊരു ചെറിയൊരു അഡ്വാൻസ് വന്നു. അഡ്വാൻസ് എത്ര ഞാൻ അത് നിങ്ങളെ കാണിക്കാം. അതിനകത്ത് 49 രൂപ ഞാൻ ഇപ്പൊ റീചാർജിന് എടുത്തായിരുന്നു. അതിന്റെ ബാക്കി ബാലൻസ് ഞാൻ കാണിക്കാം. എന്റെ കോടികൾ എന്തായാലും ഇവരെ കാണിക്കണമല്ലോ. കുറെ നാളെ ഞാൻ കാണിക്കണമെന്ന് വെച്ചിരുന്നു. ഞാൻ ഇപ്പൊ തന്നെ കാണിക്കാം. എന്റെ കോടികൾ വില വരുന്ന ഫോണാണ്, പൊട്ടി തകർന്ന ഫോൺ. 4000 രൂപയ്ക്ക് സെക്കൻഡ് മേടിച്ച ഫോണാണ്. എനിക്കൊരു ഫ്രണ്ട് മേടിച്ചു തന്ന, ഒരു ബ്രദർ മേടിച്ചു തന്ന. സൂചേട്ടൻ മരിച്ചു കഴിഞ്ഞ് ചെറിയ ഫോണാണ്, അത് പൊട്ടിപ്പോയായിരുന്നു. അത് ഇനി നന്നാക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് എൻ്റെ ഒരു ബ്രദർ സെക്കൻഡ് ഫോൺ മേടിച്ചു. ഇത് മുഴുവൻ കേടാണ്. ഇപ്പൊ 2 വർഷം ആകുന്നു ചേട്ടൻ മരിച്ചിട്ട്. ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇത് തന്നെയാണ് ഇരിക്കുന്നത്. എല്ലാവരുടെയും വിചാരം ഞാൻ അഴിഞ്ഞാടുന്നു, കോടികൾ ഉണ്ടാക്കുന്നു, സ്വത്തുക്കൾ ഉണ്ടാക്കുന്നു, അതുണ്ടാക്കുന്നു, ഇത് ആകെ കിട്ടുന്ന വരുമാനം ഗൈസ് ഇതൊക്കെ ഉള്ളു. ഈ ഒരു ആൽബത്തിലൂടെയും ചെറിയ ഇന്റർവ്യൂയിലൂടെയൊക്കെ തരുന്ന ഈ ഒരു വരുമാനം മാത്രമേ ഉള്ളൂ എനിക്ക്. അത് വെച്ചിട്ടാണ് എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന, എന്നെ കുറ്റപ്പെടുത്തുന്നത്. ഞാൻ എൻ്റെ ബാലൻസ് കാണിച്ചു തരാവേ.
49 രൂപ ഇതിനകത്തൊന്ന് പോയി. ഇനി വിധവാ പെൻഷൻ വന്നോന്ന് എനിക്ക് അറിയത്തില്ല. ഇതുവരെയായിട്ടും അതും വന്നില്ല. 2 മാസമായിട്ട് എന്നെ ഉപേക്ഷിച്ചോ ഗവൺമെന്റ്. വിധവാ പെൻഷൻ എങ്കിലും തരണേ, ഞാൻ വേറെ കെട്ടിയിട്ടില്ല കേട്ടോ. ഇനി അവരോർത്തോ ഇനി ഞാൻ വേറെ കെട്ടിയെന്ന് ഓർത്ത് ഇനി തരാത്താണോന്നും അറിയത്തില്ല. ബാലൻസ് 950. ഇത് എത്രയാ? 951 എന്നതാ വായിക്കുന്നത്. 951 951 രൂപ എന്നാണോ വായിക്കുന്നത്? 8 രൂപ 8 പൈസയോ ഇങ്ങനെയാണോ? ഐശ്വര്യ പറയൂ, ഇതാണ് എന്റെ സമ്പാദ്യം. എനിക്ക് ഇനി ഇതും കൊണ്ട് തന്നെ ഇനി കൊച്ചുങ്ങളുടെ കാര്യമൊക്കെ നോക്കണം. ഇനി കിച്ചു വിളിക്കുമ്പോ തന്നെ അവൻ ഇതിനകത്ത് നയിച്ചു കൊടുക്കണം. ഒരുപാട് കാര്യങ്ങളുള്ള പൈസ ഏത്. ഇതിനാണ് ഞാൻ സൂചിച്ചാണ്ട് വിറ്റ് കോടികൾ ഉണ്ടാക്കിയത്. എവിടെയാടാ സൂചിച്ചാണ്ട് വിറ്റ് ഞാൻ കോടികൾ ഉണ്ടാക്കിയത്? നീ കാണിച്ചതാ. ഇനി ഞാൻ നോക്കട്ടെ കോടികൾ ഉണ്ടാക്കുക. കുറെ ആയി കേൾക്കുന്നത്. നീ സുധിച്ചാണ്ട് വിറ്റല്ലേടി ഉണ്ടാക്കുന്നത്, ജീവിക്കുന്നത്. 951 രൂപയുണ്ട്. ഞാൻ എന്ത് മേടിച്ചിട്ടാ? അവൾക്കിപ്പോ കുറെ കാശ്. അവൾ ആൽബത്തിൽ നിരന്നു നടന്ന് അഭിനയിക്കുന്ന, അവള് സിനിമയിൽ നിരക്ക് കോടികൾ ലക്ഷങ്ങൾ. ഇന്നലെയും കൂടെ എന്നോട് ഒരാൾ ചോദിച്ചിട്ട് വിളിച്ചിട്ട് ആള്, രേണു ഭയങ്കര പ്രതിഫലം മേടിക്കുന്നെന്നാണല്ലോ പറഞ്ഞത്. ഞാനോ? എന്റെ പൊന്നു ചേട്ടാ, എന്റെ പ്രതിഫലം കേട്ട ചേട്ടൻ ഞെട്ടും എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. കാരണം കേട്ട് മടുത്ത്. ഞാനൊന്നും എന്റെ പേഴ്സണൽ കാര്യമൊന്നും ഒരു മനുഷ്യനെ കാണിക്കാതിരിക്കുന്നതായിരുന്നു. പക്ഷെ ഇത് കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കാണിച്ചത്. നിങ്ങളുടെ പ്രേക്ഷകരിലൂടെ തന്നെ എനിക്ക് കാണിക്കണമെന്ന് തോന്നി, അങ്ങനെ കാണിച്ചു. കാണുന്നതും എന്താ പറയാ, നിങ്ങൾ വിചാരിക്കുന്നതും ഒന്നുമല്ല രേണുസുധിയുടെ ലൈഫ് എന്നുള്ളത്. ഈ ഒരു എന്താ പറയാ, ഈ ഒരു ചോദ്യത്തിന് മറുപടിയിൽ നിന്ന് തന്നെ നന്നായി അത് ചോദിച്ചത് ഐശ്വര്യ. ഇതൊന്നും സ്ക്രിപ്റ്റഡ് അല്ല പ്രേക്ഷകരെ. ഒന്നും സ്ക്രിപ്റ്റഡ് അല്ല. ഇതൊക്കെ അപ്പം വരുന്ന ചോദ്യങ്ങളാണ്. ചിലപ്പം സുധിച്ചേണ്ട ആത്മാവായിരിക്കും ഐശ്വര്യയെ കൊണ്ട് തോന്നിച്ച. കാരണം ഇത് സുധീലയമാണ് ഈ വീട്. ഈ സുധീലയത്തില് വരുന്ന ഓരോരുത്തർക്കും സുധിച്ചേണ്ട സാന്നിധ്യം അറിയാൻ പറ്റും. എവിടെയൊക്കെ ഐശ്വര്യ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു, പക്ഷെ സുധിച്ചേണ്ട എവിടെയൊക്കെ ഉണ്ടെന്നുള്ള ഫീല് എല്ലാവർക്കും തോന്നും. അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കത്തില്ല ഐശ്വര്യ. ഞങ്ങൾ ഇതൊന്നും പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. അത് ഈ ചാനൽ എന്നല്ല, ഒരു ചാനൽ ഞാൻ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. അതാണ് അത്. അപ്പൊ ചോദിക്കും, നമ്മൾ അപ്പൊ ഉത്തരം പറയും. എന്തായാലും താങ്ക്സ് കേട്ടോ ആ ചോദ്യത്തിന്. കാരണം ഇത് എങ്ങനെ ഇത് പറയണോന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. സോറി. കുഴപ്പമില്ല. അയ്യേ ഐശ്വര്യ, നീ എന്നെ കൂടെ കരയിക്കല്ലേ. അയ്യോ, ഇവിടെ വന്നിരുന്നേ ബാക്കി ചോദിക്കണ്ടേ? എന്തോ ഇവിടെ ഇരിക്ക്. സോറി കേട്ടോ ഐശ്വര്യ, ഞാൻ കരയിച്ച്. ഞാൻ മനഃപൂർവ്വം കരയിച്ചതല്ല. ഞാൻ കുട്ടിയെ കരയിക്കാൻ പറഞ്ഞല്ല. നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യം നമ്മൾ പറയണമല്ലോ. നമ്മളെ പറ്റി തെറ്റിദ്ധരിച്ചവർക്കിടയിൽ നമ്മൾ പറയണമല്ലോ. അതുകൊണ്ട് പറഞ്ഞ കുട്ടി കരഞ്ഞു. നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോയിലൂടെ ആണെങ്കിലും എല്ലാം നമ്മൾ ചേച്ചീനെ പറ്റി കേൾക്കുമ്പോഴാണെങ്കിലും ആൾക്കാരുടെ കമന്റ്സ് ത്രൂ ആണെങ്കിലും നമ്മൾ ചേച്ചീനെ പറ്റിയിട്ട്, കാരണം ഒരു വരുന്ന ഔട്ട്ലുക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങള് അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, നമുക്കൊരു ചേച്ചിക്ക് നെഗറ്റീവ് ഷെയ്ഡ് ആണ് ഓൾറെഡി അല്ലേ. ആൾക്കാർ പറയുന്നത് എന്തോ ഭയങ്കര അഹങ്കാരമാണ്, ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതിന്റെ അഹങ്കാരമാണ് കാണിക്കുന്നത്, ഭർത്താവ് മരിച്ചത് ആഘോഷിക്കുന്നത്, അങ്ങനെയൊക്കെയാണ് ചേച്ചിനെ പറ്റി പറയുന്നത്. അതുകൊണ്ട് തന്നെ ചേച്ചി കാണും ഒരു മരണശേഷം ആകട്ടെ ചേച്ചിക്ക് ഇത്രയധികം വർക്ക് കിട്ടുന്നുണ്ട്. കുഞ്ഞു പ്രതിഫലത്തിലൂടെയാണ് ചേച്ചി കടന്നു പോകുന്നത്, അല്ലെങ്കിൽ കുഞ്ഞു പ്രതിഫലം വാങ്ങിച്ചാണ് ചേച്ചി കടന്നു പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ ആൾക്കാർക്കാണെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയ ഒരു അവസരമായിട്ട് ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. ശരിയായിരിക്കാം. എനിക്ക് ചേച്ചി ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നത്. നമ്മള് ഒന്ന് പ്രിപ്പയർ ആയിരിക്കും അങ്ങനെയൊന്നുമില്ല. ചേച്ചിയോട് ത്രൂ ഔട്ട് കാര്യം പറഞ്ഞു പോകുന്ന പോലെ തന്നെയാ എല്ലാം സംസാരിച്ചിട്ടുള്ള. ചേച്ചി ഇനിയും നല്ല രീതിയിൽ വർക്കുകൾ കിട്ടട്ടെ. ഈ പറയുന്ന നെഗറ്റീവ് കമന്റുകളെല്ലാം മാറുന്ന ഒരു കാലം വരും. ഇപ്പം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതെല്ലാം മാറുന്ന ഒരു കാലം വരും. ചേച്ചിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം വരും, അല്ലെങ്കിൽ ഒരു കാലം വരും. എല്ലാം മാറും, എനിക്ക് ഉറപ്പാണ് ചേച്ചി. ഒരുപാട് നന്ദിയുണ്ട് ചേച്ചി. ആകെ ടയേർഡാണ് ചേച്ചി. ത്രൂ ഔട്ട് ഷൂട്ടിലാണ്. ഒരു ദിവസം പോലും റെസ്റ്റ് എടുത്ത പോലും ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു ഗ്യാപ്പിലാണെങ്കിൽ നമ്മളോടൊപ്പം സംസാരിക്കാൻ ഒരു സമയം കണ്ടെത്തിയതിന് ഒരുപാട് നന്ദി ചേച്ചി. അവസാനമായിട്ട് എന്തെങ്കിലും പറയാനായിട്ടുണ്ടാവും? പ്രേക്ഷകർക്കെല്ലാം നന്ദി. നമ്മളെ ഇപ്പൊ ഐശ്വര്യ പറഞ്ഞ പോലെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരട്ടെ. അപ്പം എല്ലാവർക്കും നെഗറ്റീവ് പറയുന്നവർക്കും പോസിറ്റീവ് പറയുന്നവർക്കും എല്ലാം നന്ദി. താങ്ക് യു.